പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെതിരെ ഗുരുതര ആരോപണവുമായി ലഡാക്ക് ഡിജിപി. സോനം വാങ്ചുക്കിന് പാക് ബന്ധമുണ്ടെന്നും ഇതിന്റെ രേഖകളുണ്ടെന്നും ലഡാക്ക് ഡിജിപി ഡോക്ടർ എസ്.ഡി. സിംഗ് ജംവാൾ പറഞ്ഞു. സംസ്ഥാന പദവി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ചർച്ചകളെ സോനം വാങ്ചുക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ക്രമസമാധാനം തകർക്കാൻ ഉദ്ദേശിക്കുന്നവരെ വിളിച്ചു ചേർത്ത് നിരാഹാര സമരം നടത്തിയെന്നും ലഡാക്ക് ഡിജിപി സൂചിപ്പിച്ചു. नमस्कार। जैसा आप जानते हैं, आज हम यहाँ पे इकट्ठा हुए हैं। अभी 24 सितंबर को जो एक इंसिडेंट हुआ, यहाँ पे बड़ा अनफॉर्चुनेट इंसिडेंट हुआ, जो कि इससे पहले लद्दाख हिस्ट्री में कभी नहीं हुआ है। एक लॉ एंड ऑर्डर सिचुएशन बनी और उसमें काफ़ी ज़्यादा वायलेंस हुआ, तोड़फोड़ हुई, आर्सन हुआ और उसके नतीजे में 4 कीमती जानें चली गई और बड़ी संख्या में हमारे सिविलियंस, हमारे पुलिस और पैरामिलिट्री फोर्सेस के जवान जो हैं वो ज़ख्मी हुए। इसके परिप्रेक्ष्य में आपका बैकग्राउंड थोड़ा बताना। വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഇന്നിപ്പോൾ ലഡാക്ക് ഡിജിപി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വലിയ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അത് വാങ്ചുക്കിനെതിരെയുള്ള ആസൂത്രിതമായ നീക്കമാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്, സംഘടനകളുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അതല്ല, അതിൽ കൃത്യമായ രേഖകളും തെളിവുകളുമുണ്ട്. പാകിസ്ഥാൻ ബന്ധമുണ്ട്, അവിടെ പോയി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങളുമാണ് ഡിജിപി തന്നെ നൽകുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, വിനീത? പ്രജൻ, സോനം വാങ്ചുക്ക് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ലഡാക്ക് ഡിജിപി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സോനം വാങ്ചുക്കിന് പാക്മായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ലഡാക്ക് ഡിജിപിയുടെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ ഒരു പാക് ഇന്റലിജൻസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർക്ക് സോനം വാങ്ചുക്കുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇത് സാധൂകരിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ലഡാക്ക് ഡിജിപി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്തിടെ നടന്നൊരു പരിപാടിയിൽ ഈ സോനം വാങ്ചുക്ക് പാകിസ്ഥാനിൽ പോയ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുവെന്നും പിന്നാലെ അദ്ദേഹം ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നുവെന്നുമാണ് ലഡാക്ക് ഡിജിപി പറയുന്നത്. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ മാസം 25, 26 തീയതികളിൽ ഈ ലഡാക്കിലെ ഇവർക്ക് ഈ സംസ്ഥാന പദവി നൽകണമെന്നുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ലഡാക്കിലെ ജനത മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പ്രജ നേരത്തെ സൂചിപ്പിച്ച ഈ സമര നേതാക്കൾ, ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെ, അത് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ഒപ്പം തന്നെ ലേ അപ്പെക്സ് ബോഡിയിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരം ആവശ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ നേതാക്കളുമൊക്കെയായുള്ള ചർച്ചകൾ ഈ മാസം 25-നും 26-നും നടക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ 24-ാം തീയതിയാണ് ലഡാക്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പിന്നിൽ സോനം വാങ്ചുക്ക് ആണെന്നും സോനം വാങ്ചുക്ക് അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നുമാണ് ലഡാക്ക് ഡിജിപി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകളെ, അതിനു വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ വിളിച്ചു വരുത്തിയാണ് ഈ സമരത്തിൽ പങ്കെടുപ്പിച്ചതെന്ന്, നിരാഹാര സമരത്തിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചിരുന്നുവെന്നാണ് ഡിജിപി വിശദീകരിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആത്മരക്ഷാർത്ഥം പിന്നീട് ഈ പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നതെന്നും പറയുന്നുണ്ട്. നിരവധി പോലീസുകാർക്കും ഒപ്പം തന്നെ ഈ CRPF-നും ഒക്കെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു ജവാന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സാധാരണക്കാരടക്കം ഏതാണ്ട് 80ഓളം ആളുകൾക്കാണ് ആ പ്രക്ഷോഭത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 7 പേരുടെ നില ഗുരുതരമായിട്ട് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളെ ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തതിനാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ലഡാക്ക് ഡിജിപി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പാക് ബന്ധം ഉൾപ്പെടെ, സോനം വാങ്ചുക്കിന്റെ പാക് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഡിജിപി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജിത്, ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.